അച്ഛാ യമുനാ റാണി പറയാണ്. അച്ഛാ അമ്മാവാ അമ്മാവാ അച്ഛാ 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 നമ്മുടെ അച്ഛൻ പോയടാ. ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേട്ടാ എന്റെ അച്ഛാ. വടിയായില്ല. ഇല്ല, അച്ഛൻ ചത്തിട്ടില്ല മക്കളെ. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നുള്ള അവസ്ഥയായി. ഇതാ എന്താ സിനിമാ നടന്മാർക്കൊന്നും നാവില്ലേ? ഫോൺ ബില്ല് എഴുതി വന്നിരിക്കുക. ചെറിയ തുകയുള്ളൂ, 24,639 റുപ്യ. അയ്യോ, 24,639 രൂപയെന്ന്. 24,639 രൂപയെന്ന്. വയറില്ലാത്ത മൊബൈലിന് ഇത്രയും രൂപയോ? ഇന്നാ നേരിട്ട് കണ്ട് പറയേണ്ടതും ഒരു കാർഡിൽ എഴുതി ഇടേണ്ടതും ഒക്കെ എല്ലാവരും ഫോണിലല്ലേ വെച്ച് താങ്ങിയത്. ഹോ, എന്തൊരു അത്യാവശ്യമായിരുന്നു ഫോണിന്. കൊണ്ടുപോയി അടക്കേ. ഞമ്മളോടാ കളി. ഹൈദ്രോസ് 3 ബിലീസുകളുണ്ടല്ലോ ഇവിടെ. മഹിഷി പരമേശ്വരൻ പിള്ള സാറേ. മഹിഷിയല്ല, മുൻഷി. എന്ത് ഹലാക്കെങ്കിലും ആകട്ടെ. സാറ് ഞമ്മളോട് ക്ഷമിക്കണം. എന്താടാ ഹമുക്കികളെ ഇടപാട് തീർക്കാണ്ട് മുങ്ങി നടക്കണത്? മൂപ്പരെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സോഫ, കസേര എന്ന് വേണ്ട എല്ലാ ലൊട്ടിലൊടുക്കും കൂടി 1,16,000 ഉറുപ്പ്യ ഞമ്മക്ക് കിട്ടാനുള്ളതാ. പിന്നെ പലിശ. ഞമ്മള് കടം കൊടുത്തത് ഇവരുടെ ഉദ്യോഗവും പത്രാസം കണ്ടിട്ടൊന്നുമല്ല. പിന്നെന്താ, നിങ്ങൾ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ ഞമ്മടെ കായ് തരണണ്ട. എന്നോടൊരു വാക്ക് ചോദിക്കാതെ കൊടുത്ത കടത്തിന് ഞാൻ ബാധ്യസ്ഥനല്ല. അതേ, എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് ഇടപാടുകാരെ ഇവിടുന്ന് ഒഴിവാക്കണം. വലിയ സിനിമാക്കാരല്ലേ, കാശുണ്ടാവുമല്ലോ. അപ്പുറത്ത് താമസിക്കണ നടിയും നിങ്ങളും തമ്മിൽ ലോഹ്യത്തിലാണെന്ന് ഇവിടെ ഒരു പഹയ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ ഞമ്മളും കേട്ടല്ലേ. അത് ഞാനാ. ആഹാ, അപ്പൊ പണം കിട്ടിക്കാണുമല്ലേ? എണ്ണി വെക്കി. ഹൈദ്രോസ്ക 1 മാസത്തെ അവധി കൂടെ. ഒന്നും പറയണ്ട. കടം കൊടുത്താ ഇടം കൂടി കൊടുക്കണം എന്നല്ലേ പറയണത്? അങ്ങനെ പറയണണ്ട. ഉണ്ടിക്ക എന്നാ ഞമ്മടെ കിതാബിൽ അങ്ങനെ പറയണില്ല. കടം തന്നാ മേടിക്കാ ഈ ഹൈദ്രോസിന് അറിയാം. കാതറൂട്ടിയെ ഇങ്ങോട്ട് ഇറങ്ങി പാടാ. ഈ അകത്തേക്ക് എന്നാ TV, ഫ്രിഡ്ജും കസേരയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്. അയ്യോ, സാധനങ്ങൾ ഞങ്ങൾ സമ്മതിക്കൂല.